ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹൗ ടു ഫൈൻഡ് യുവർ സോൾമേറ്റ് എന്ന സെഗ്മെൻറ്റിലെ ഏപ്രിൽ മാസത്തെക്കുറിച്ച് പറയാനാണ്. ഏപ്രിൽ മാസത്തിൽ ജനിച്ച വ്യക്തികൾ, അവർക്ക് എങ്ങനത്തെയുള്ള സോൾമേറ്റിനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സോൾമേറ്റിനെയാണ് നിങ്ങളെ കൂടെ കൂട്ടേണ്ടത്, അല്ലെങ്കിൽ ഏപ്രിൽ മാസം എന്ന ഇതിൽ ജനിച്ച ആളുകൾ എങ്ങനെയൊക്കെയുള്ളവരായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരും, കൂടുതൽ റെസൊനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. Anyway, same to listen. Okay. അപ്പോൾ ഹൗ ടു ഫൈൻഡ് യുവർ സോൾമേറ്റ് ഇൻ ഏപ്രിൽ. ഏപ്രിൽ മാസത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളുടെ സ്വഭാവ സവിശേഷതയാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ ജനിച്ച വ്യക്തികളെന്ന് പറയുന്നത് സ്വയം ആരാണെന്ന് കണ്ടെത്തുകയും അവർ സ്വയം ആരാണ് എന്താണെന്നൊക്കെ കണ്ടെത്തുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അതായത് അവരങ്ങനെ അഭിമാനം പ്രൗഡാവുന്നത് അവരുടെ ജോലിയിലായിരിക്കാം, അവരുടെ പലതരത്തിലുള്ള എന്താ പറയുക, അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന എല്ലാ സെഗ്മെൻറ്റിലും അവർ പോയി കഴിവ് തെളിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ കഴിവ് തെളിയിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അവരാരാണെന്ന് അവർ സ്വയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഫഷൻ ഏതാണെന്ന് അവർ സ്വയം കണ്ടെത്തുകയും അതിൽ അഭിമാനം കൊള്ളുകയും, അതിനിപ്പോൾ ഒരാൾ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട അവരെ, അപ്പോൾ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരാളായിരിക്കും ഈ ഏപ്രിൽ മന്തിൽ ജനിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യാത്ത ഒരു പാർട്ട്ണറെയാണ് ഈ ഏപ്രിൽ മാസത്തിലുള്ളവർ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരാളാണിത് കാണുന്നതെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അത് ചോദ്യം ചെയ്യാത്ത ഒരാളെ ആയിരിക്കണം. അതായത് അത്രയും നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങളുടെ എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം ഏപ്രിൽ മാസത്തിലുള്ള വ്യക്തി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ വ്യക്തി, ഇപ്പോഴുള്ള നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും സ്വയം വ്യക്തിത്വത്തെ പുറത്ത് കാട്ടാനുള്ള സ്വാതന്ത്ര്യം നൽകാൻ കൂടെ നിൽക്കുന്ന
അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൂടെ ഉണ്ടാവുന്ന ഒരാളായിരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഊണിലും ഉറക്കത്തിലും നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഏപ്രിൽ മാസം ജനിച്ച ഒരാളുടെ കൂടെ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളുടെ ആത്മമിത്രം എന്ന് പറയുന്നത് അത്രയ്ക്കും നിങ്ങളെ ക്ഷമയോടുകൂടി നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാത്തിനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ എല്ലാത്തിനും ആവേശത്തോടു കൂടി എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെയധികം മനോഹാരിതയേറുന്ന വ്യക്തികളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവരത്രയും സ്വന്തമായിട്ട് ആരാന്നൊക്കെ കണ്ടെത്തി, സ്വന്തമായിട്ട് ചിലപ്പോൾ വീട് വയ്ക്കാൻ കഴിവുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിവുണ്ട്, സ്വന്തമായിട്ട് കാറ് മേടിക്കാൻ കഴിവുണ്ടാവും, എല്ലാം കഴിവുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന വ്യക്തിയായിരിക്കും. എന്ത് കാര്യം അവർ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് അവർ ചെയ്യും. അതിൽ തന്നെ അവർ ഭയങ്കര അഭിമാനം കൊള്ളുന്ന വ്യക്തി. അതായത് ഭയങ്കര തലക്കന, ഹെഡ് വെയിറ്റ് ഒക്കെ ഉണ്ടാവും, ഭയങ്കര ഹെഡ് വെയിറ്റ് ഉണ്ടാവും, അഭിമാനം, അതിൽ തൻ്റെ സ്വയം കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ ഹെഡ് വെയിറ്റ് ആലോചിച്ചൂടെ? അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളെയൊന്നും ചോദ്യം ചെയ്യാത്ത, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളെയൊന്നും ആരും ചോദ്യം ചെയ്യാത്ത ഒരാളായിരിക്കണം അയാളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അവിടെ പ്രശ്നങ്ങളില്ലാതെ വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏപ്രിൽ മന്തിലെ റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ 3 ചാനലിലും ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഈ മന്ത് റീഡിംഗ് ഇടുക. അപ്പോൾ നമ്മുടെ 3 ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സബ് ചെയ്ത് വയ്ക്കുക. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട് അത് ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ.